വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കപ്പയും ബീഫും കൊണ്ട് നല്ലൊരു കപ്പ ബിരിയാണിയാണ് കേട്ടോ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫും 3/4 കിലോ കപ്പയും കൊണ്ടാണ് കപ്പ ബിരിയാണി തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ എല്ലോട് കൂടിയ 1/2 കിലോ ബീഫാണ്. കപ്പ ബിരിയാണി തയ്യാറാക്കുമ്പോൾ എപ്പോഴും കുറച്ച് എല്ലോട് കൂടിയ ബീഫ് വേണം വാങ്ങാൻ, എന്നാലേ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലിട്ട് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ബീഫിന് ആവശ്യമായ 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി 10-15ഓളം ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി, എന്നാൽ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂട്ടുന്നത്. അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ബീഫ് വേവാൻ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് ബീഫ് നമുക്ക് വേവിച്ചെടുക്കണം. ഞാൻ കുക്കർ ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിലും ലോ ഫ്ലെയിമിലിട്ട് 3-4 വിസിലും വെച്ചതേയുള്ളൂ. ബീഫ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് മതിയാകും. ഞാൻ 3/4 കിലോ കപ്പ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്ത് 4-5 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഒരു പാത്രത്തിൽ കപ്പ വെന്ത് കഴിഞ്ഞ് ഊറ്റിക്കളയാൻ പാകത്തിന് വെള്ളം ഒഴിക്കാം. ഇതുപോലെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വേണം കപ്പ വേവിക്കാൻ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതുപോലെ കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കപ്പയും ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കപ്പ നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ ചെറുതായി കട്ട് ചെയ്തത് കൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തത്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമുക്ക് നന്നായി ഉടച്ചെടുക്കണം. ഒരുപാട് ഉടയ്ക്കണ്ട, ഇതുപോലെ കപ്പ ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് നന്നായി ഒന്ന് ഉടച്ചെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീഫ് കറി റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂടെ 2 മീഡിയം സവാള കനം കുറച്ച് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഇട്ട് 1 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ഇട്ട് പച്ചമണമൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ നിറമാകുന്നവരെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. ഇനി തീ കുറച്ച് വെച്ച് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് മസാലയുടെ പച്ചമണം പോകാനായി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫും ചേർത്ത് കൊടുക്കാം. ഇനി ബീഫിൽ മസാല പിടിക്കാനായി നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് ഒന്നുകൂടി എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഈ വെള്ളത്തിൽ കിടന്ന് ബീഫ് ഒന്ന് വേവണം. അതിനായി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്തത് ഇട്ട് കൊടുക്കണം. ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പയിലും ഉപ്പ് ഇടുന്നുണ്ട്, അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ, കൂടിപ്പോവരുത്. ഇനി നമുക്ക് വേവിച്ച് വെച്ച കപ്പയും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ യോജിപ്പിച്ച ശേഷം അല്പം കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും മണവും ഉണ്ടാവും നമ്മുടെ കപ്പ ബിരിയാണിക്ക്. അല്പനേരം കൂടി ഇതുപോലെ യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ച് വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. വിളമ്പാൻ നേരം സവാള പൊടിയായി അരിഞ്ഞതും കൂടി മേളിലിട്ട് സെർവ് ചെയ്താൽ മതി.
ഇതും കൂടി ആവുമ്പോൾ നമ്മുടെ അടിപൊളി കപ്പ ബിരിയാണി റെഡിയാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.